ഇത് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചാനലിൽ ഒരു മെറ്റീരിയൽ പർച്ചേസിങ്ങിന് പോയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാലയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പരിചയപ്പെടുകയും കൂടെ ചെയ്യുമ്പം നിങ്ങൾക്കതൊരു ഉപകാരമാവുമല്ലോ. ഇത് പ്ലാസ്റ്റിക് ബീഡ്സ് ആണ്. ഈ ബീഡ്സ് കൊണ്ട് ഞാൻ ഹെയർ ബോ ചെയ്യാറുണ്ട്, ബ്രേസ്ലെറ്റ് ചെയ്യാറുണ്ട്, മാല ചെയ്യാറുണ്ട്. നല്ല അടിപൊളി ബീഡ്സ് ആണ് കേട്ടോ. ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് കാണാനും നല്ല ലുക്കാണ്. ഇത് ജപ്പാൻ പേളാണ്. ജപ്പാൻ പേളിൻ്റെ ഓഫ് വൈറ്റ് കളറാണ് ഇത്. ഇത് ഞാനൊരു 5 ലെയർ എടുത്തിട്ടുണ്ട്, എനിക്കൊരു മാല ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗ്ലാസ് ബീഡ്സ് ആണ്, കുറച്ച് ഗ്ലാസ് ബീഡ്സ് ആണ് ഇത്. അപ്പം ഗ്ലാസ് ബീഡ്സ് നമുക്ക് ഓരോ കളറായിട്ട് കാണാം. ഇത് യെല്ലോ ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലാവാത്തത്. ഇത് ലൈറ്റ് ഗ്രേ കളറാണ്. ഇനി ഇത് ലാവൻഡർ കളറാണ്. കയ്യിലെടുക്കുമ്പോൾ മാത്രമാണ് കളറ് മനസ്സിലാവുന്നത്. ഇത് ബ്ലൂവിൻ്റെ 2 ഷെയ്ഡുകളാണ്, ലൈറ്റും ഡാർക്കും. ഇനി നമുക്കൊരു പിങ്ക് കളർ കാണാം, നല്ല ഡാർക്ക് പിങ്ക് കളർ. ഇതേ കണ്ടില്ലേ? ഈ ഒരു മാലേൻ്റെ ഒക്കെ ലെയറിൽ, ഈ ഗ്ലാസ് ബീഡ്സിൻ്റെ ലെയറിൽ ഏകദേശം 100 ബീഡ്സിന് മേലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേർത്തിയായിട്ടുള്ള ലെയറുകളാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്, നല്ല ലൈറ്റാണ് ഈ പിങ്ക്. ഇനി ഇതിൻ്റെ തൊട്ട ഡാർക്ക് ഷെയ്ഡ് കാണാം നമുക്ക്. ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഞാൻ 2 ലെയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കൊരു ഗോൾഡൻ കളർ കാണാം, ഗോൾഡൻ കളർ ഗ്ലാസ് ബീഡ്സ് കാണാം. ഇത് ഞാൻ 5 ലെയർ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ച് ബ്രേസ്ലെറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 ലെയർ വെച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ബ്രേസ്ലെറ്റൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പാക്കിംഗ് കവർ കാണാം. ഞാൻ അന്നേ ദിവസം ഒരു 200 പാക്കിംഗ് കവറാണ് എടുത്തത്. ഇനി ഇത് നമ്മുടെ സീറോ മണിയാണ്. സീറോ മണി സായികൃപ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സീറോ മണി. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. അതുപോലെ ഇനി ബാക്ക് ത്രെഡാണ് കാണിക്കാനുള്ളത്. ഇത് ബാക്ക് ത്രെഡാണ്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് ത്രെഡാണ് ഇത്. പിന്നെ ഞാൻ അന്ന് പർച്ചേസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും കൂടെ ഉള്ളതാണ്. ഇതിൽ നമ്മുടെ ബാക്ക് ത്രെഡ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാരണം സ്പേസിൻ്റെ ഒരു പ്രശ്നം കാരണം അത് ഇതാക്കിയില്ല. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.